എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ സൂപ്പർ എക്സൈറ്റഡും ആയിരിക്കും, സൂപ്പർ കൺഫ്യൂസിംഗും ആയിരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്ക്. കാരണം വേറൊന്നുമല്ല, നാട്ടിലേക്ക് പോകുന്നതിന്റെ ഒരു വലിയ ഷോപ്പിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വലുതല്ല എന്നാൽ പോലും നമുക്കത് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തോട്ട് പോകുമ്പോൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന വിധം എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനുവിൻ്റെ ശബ്ദവും സ്വരവും ഒക്കെ മാറുന്നുണ്ട്. 3-4 തവണയായിട്ട് പറയുന്നു റെഡിയാകുന്ന. ഡ്രസ്സ് മാറിയാൽ മതി. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. അപ്പോൾ നിങ്ങളും കൂടെ കുടിക്കോ? നമുക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം. ഞാൻ ഒരുങ്ങാൻ പോകുന്ന നേരം കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോർമലി പോയ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വായോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് പെർഫ്യൂം, ബോഡി വാഷ്, ബോഡി സ്ക്രബൊക്കെ വാങ്ങി. കൂട്ടത്തിൽ എനിക്ക് കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസും വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും അവിടെ നിന്ന് തന്നെ വാങ്ങി. ഇതിപ്പോൾ ഇവരുടെ പുതിയ ഷോപ്പായത് കാരണം ഒരുപാട് കളക്ഷൻസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സിപ്ലോക്ക് ബാഗും വാങ്ങിച്ചു. നല്ലൊരു ബിസിനസ് പ്ലാനാണ്. അവിടെ നിന്ന് ബില്ലൊക്കെ അടച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ ചാറുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ നോർത്ത് കയറി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് H&Mലോട്ടാണ് പോയത്. അവിടെ കയറുന്നതിന് മുന്നേ ആയിട്ട് അവിടെ സുന്ദരി അമ്മൂമ്മ ഇരുന്ന് വയലും വായിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഡ്രസ്സും അവിടെ ഒന്ന് നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് കളക്ഷൻസ് ഒന്നും തന്നെ ഇഷ്ടമായില്ല. പക്ഷേ കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരുപാട് കളക്ഷൻസ് ഉള്ള പോലെയും തോന്നി. അവിടുന്ന് നമ്മൾ 3 ടീഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് അന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. ഇപ്പോൾ ദാ അടുത്ത സ്ഥലത്തേക്കുള്ള പോക്കാണ്. വീടൊക്കെ പൂട്ടി ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കൂട്ടേ ആയിരുന്നില്ല. ആകെ ഒരു മഞ്ഞും തണുപ്പും ഒക്കെയുള്ള ഒരു മൂടി കെട്ടിയ ദിവസം. ബസ് ഇറങ്ങി പുറത്തോട്ട് നടന്നപ്പോൾ മഴയും ചാറുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം സ്റ്റേഡിയത്തിൽ പോയിട്ട് നമുക്കുള്ള കുറച്ച് ടീഷർട്ട്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. സ്വീഡന്റെ വെതർ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ഇറങ്ങിയപ്പോൾ നല്ല വെയിലും ഇപ്പം ദാണ്ട് മഴയും. ഇതൊരു കഷ്ടമാണ്. നമുക്ക് നാട്ടിലോട്ടുള്ളത് അത്യാവശ്യം ലോങ് ജേർണി ആയതുകൊണ്ട് ഒരു 18 hours കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലൂസ് ഫിറ്റായിട്ടുള്ള ഡ്രസ്സ് നോക്കിയിട്ടാണ് ഈ ഒരു പോക്ക്. അതുമാത്രമല്ല ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഡ്രസ്സ് എടുക്കാനാണ് കയറിയതെങ്കിലും എൻ്റെ ഭർത്താവ് ആദ്യം ഓടിയത് ഷൂവിൻ്റെ സെക്ഷനിലോട്ടാണ്. ആമ്പിള്ളേർക്ക് ഈ ഷൂ എന്ന് പറയുന്നത് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അതുപോലെ തന്നെയാണ് അനൂപിനും. അതിസാഹസികമായി ഞാൻ ബ്രെയിൻ വാഷ് ചെയ്ത് അവിടെ നിന്ന് ലൊക്കേഷൻ മാറ്റി വീണ്ടും ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് കൊണ്ടുവന്നു. കാരണം നമുക്ക് വളരെ ചുരുങ്ങിയൊരു സമയം മാത്രമാണ് ഈ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. അപ്പോൾ എൻ്റെ എടുത്തിട്ട് അനൂപിൻ്റേത് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് XS അല്ലെങ്കിൽ S മതി ടീഷർട്ടിൻ്റെ സൈസ്. പക്ഷെ നാട്ടിൽ M L വേണം. ഇവിടെ അങ്ങനെ ഡാർക്ക് ഷെയ്ഡ്സ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെയും നമുക്ക് കുറച്ചുകൂടെ കളേഴ്സൊക്കെ കാണാൻ പറ്റുന്ന ലേഡീസിൻ്റെ സെക്ഷനിലാണ്. എനിക്ക് ഈ ഒരു കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ ഒരു ടീഷർട്ട് ഞാൻ എടുത്തു. കുറേ തിരച്ചിലുകൾക്കൊടുവിൽ ഞാൻ 2-3 കോട്ട് സെറ്റ് ഫൈനലൈസ് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് ട്രയൽ ചെയ്തു. പക്ഷെ ട്രയൽ ചെയ്തപ്പം എനിക്ക് എന്തൊക്കെയോ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തു. അതിൽ നിന്നൊരെണ്ണം ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ട്രാവൽ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അനൂപും എടുത്ത ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അനൂപ് ട്രയൽ ചെയ്യാൻ കയറി. അപ്പോഴത്തേക്ക് നമുക്ക് ബാഗ് നോക്കാം. സൈഡ് ബാഗും ബാക്കിയുള്ളതൊക്കെ, ട്രാവൽ ബാഗ്സ്, സോക്സ് ഒക്കെ. ഈ ബ്ലൂ അല്ലാതൊന്ന് മാറ്റി പിടിക്കേണ്ട പൊന്ന് കാണുന്ന. ഏതൊക്കെ ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം കറങ്ങി തിരിഞ്ഞൊരു ബ്ലൂ എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. അപ്പോൾ പിന്നെ ആ ബ്ലൂവിൻ്റെ കോട്ട് സെറ്റ്, ഷോർട്ട്സൂടെ വരുന്ന ആ ഒരു സെറ്റ് എടുത്തു. അനുവിൻ്റെയും ട്രാവൽ ഡ്രസ്സ് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മതി. സസ്പെൻസ് വേണ്ടേ? സംഭവബഹുലമായ തുണിയെടുപ്പ് മഹോമഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെയും ഡ്രസ്സ് സെറ്റായി. ഇനിയിപ്പോൾ കുറച്ച് ടീഷർട്ട് വാങ്ങിക്കുന്നു, ഇവിടെ നിന്ന് ഇറങ്ങുന്നു, അടുത്ത ലൊക്കേഷനിലോട്ട് പോകുന്നു. അങ്ങനെ നമുക്ക് വേണ്ടുന്ന കുറച്ച് ടീഷർട്ടും പാൻസും ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പുറത്തോട്ട്. നല്ല തണുപ്പ്. അങ്ങനെ സ്റ്റേഡിയത്തിനോട് ബൈ പറഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാണ്? വി ക്യാൻ ഗോ റുസ്ത. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ റുസ്തയിലോട്ട് പോയി. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അവിടെ ദൈവം സഹായിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഷോപ്പിങ്ങിൻ്റെ എല്ലാ പരിപാടിയും അണ്ടർ കൺട്രോൾ ഓഫ് കണ്ണമ്മോനാണ്. ഞാനിങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ ബഡ്ജറ്റ് കൂടുന്നതിന് കൈയും കണക്കും കാണൂല. കഴിഞ്ഞു.
അതാ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെയുള്ള കട കയറുമ്പം എനിക്ക് കാണുന്നതൊക്കെ ചിലപ്പോൾ എടുക്കാനായിട്ട് തോന്നും. അപ്പോൾ എന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ണനെ ഞാൻ കൂടെ കൂട്ടിയിരിക്കുന്നത്. അതാകുമ്പം എടുക്കേണ്ട സാധനങ്ങൾ മാത്രമേ അവിടെ നിന്ന് എടുക്കുള്ളൂ. അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ചേറെ നട്ട്സ് വാങ്ങിച്ചു. ഈ വെറൈറ്റീസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ അവൈലബിൾ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളത് കുറച്ചേറെ വാങ്ങിച്ചു. റുസ്റ്റയിൽ ട്രോപ്പിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സോൾട്ടും ഷുഗറും കൂടെ ഉള്ള ഒരു നട്ട്സിൻ്റെ പാക്കറ്റ് കിട്ടും. ഏകദേശം 79 ക്രോൺസ് ആണ് റേറ്റ് വരുന്നത്. അത് അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അങ്ങനെ അവിടെ നിന്നും കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇക്ക മാക്സിൽ പോയിട്ട് വീട്ടിലേക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഇക്ക മാക്സിലോട്ട് കയറി കുറച്ച് വീട്ടിലോട്ടുള്ള സാധനങ്ങളോടെ വാങ്ങിക്കാനുണ്ട്. വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. കാരണം ഇന്ന് നാട്ടിൽ നിന്ന് 2 ബോക്സ് നമുക്ക് ഡെലിവർ ആവും. അപ്പം നമ്മൾ അവിടെ ഉണ്ടാകണം. ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പോകും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വീട്ടിലെത്തണം. ഇപ്പോൾ ഏകദേശം സമയം ഇവിടെ 2:30-3 മണി ആകുന്നു. 5 മണിക്കാണ് അവർ ടൈം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എത്തണം. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് നമുക്ക് ലിക്കർ ബോട്ടിൽസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം ബൊളോഗറ്റിലോട്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ബോട്ടിൽസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ലിഡിലിൽ നിന്ന് കുറച്ച് ബയോകോൺ കേക്ക്സ്, ക്രാക്കർ ബ്രെഡ്, മുസ്ലി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുറച്ച് വാങ്ങിച്ചു. അങ്ങനെ വി ആർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അവർ ഷോപ്പിംഗ്. അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വീണ്ടും നോർഡ്സ്റ്റൺ ഇറങ്ങിയിട്ട് നോർഡ്സ്റ്റൻ്റെ അവിടെ ജോയ് ആൻഡ് ജ്യൂസിൽ കയറി. ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പോസ്റ്റ് നോഡിൻ്റെ വണ്ടിയിൽ നമ്മുടെ പെട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടി കളക്ട് ചെയ്ത് വീട്ടിൽ വന്നാൽ ഉടനെ വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. കാരണം നാട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു മനസ്സ് നിറയെ. അന്ന് ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ പോകുന്നത് അവസാന ഘട്ട ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇന്നുകൊണ്ട് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ലാസ്റ്റായിട്ട് വാങ്ങിക്കാനുള്ളത് കുറച്ച് ചോക്ലേറ്റ്സും കൂടാണ്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കുറേ നാളിന് ശേഷം ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് നോർമൽ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് പുറത്തിറങ്ങാൻ പറ്റി. ഇന്ന് നല്ല സണ്ണി വെതറാണ്. അതുകൊണ്ട് ഷോപ്പിങ്ങിനും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഡേ ലൈറ്റ് കൂടുതലായതുകൊണ്ട് സൺസെറ്റ് ഏകദേശം 8 മണിയൊക്കെ ആകും. അതുവരെ നല്ല വെട്ടമുണ്ട്. അപ്പം നമുക്ക് സമയം പോകുന്നതും അറിയത്തില്ല, എത്ര നേരം വേണേലും പുറത്തിരിക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി നോർഡ്സ്റ്റൺ ഇറങ്ങിയപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ച് അവിടെ സീസണൽ സ്റ്റോർസൊക്കെ കണ്ടു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചീസും ഒലിവ്സും ഒക്കെ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഒരു ബോബ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷോപ്പിൽ കയറി. കുറേ നാളായി കുടിച്ചിട്ട്, അപ്പം നാട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു ബോബയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് നേരെ നമ്മൾ ഫോഗോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചോക്ലേറ്റ് ഷോപ്പ്. ഇവിടെ മുട്ടായികൾ മാത്രമേ കിട്ടത്തുള്ളൂ. എല്ലാ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടുന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ചോക്ലേറ്റ്സ് കളക്ട് ചെയ്തു. കാരണം നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനം എന്ന് പറയുന്നത് ഈ മിഠായികൾ തന്നെയാണല്ലോ. അങ്ങനെ കുറേ ചോക്ലേറ്റ്സും വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് പയ്യെ ഇറങ്ങി. ഇന്നത്തെ കൊണ്ട് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. അങ്ങനെ ദിവസങ്ങളായിട്ട് നീണ്ടു നിന്ന നാട്ടിലെ ഷോപ്പിംഗ് പരിപാടികൾ ഇന്നുകൊണ്ടെല്ലാം തീർന്നു. ഈ ദിവസങ്ങൾ എന്നെ നാട്ടിലോട്ട് പോകാനുള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സായി.